സർക്കാർ ജോലിക്കിടെയുള്ള ഒഴിവു സമയങ്ങളിൽ തേനീച്ച കൃഷിയിൽ 100 മേനി വിളയിച്ചിരിക്കുകയാണ് മട്ടന്നൂർ പരിയാരത്തെ സ്നേഹതീരത്തെ സി യൂസഫ്. വീട്ടുപറമ്പിലും മറ്റുമായാണ് യൂസഫ് തേനീച്ച കൃഷി നടത്തിയത്. ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓഫീസ് സ്റ്റാഫായ മട്ടന്നൂർ പരിയാരം സ്നേഹതീരത്തെ സി യൂസഫ് ഒഴിവു സമയങ്ങളിലാണ് തേനീച്ച കൃഷിക്കായി സമയം കണ്ടെത്തിയത്. വീട്ടുപറമ്പിലും സുഹൃത്തുക്കളുടെ പറമ്പിലുമാണ് കൃഷി. മട്ടന്നൂർ പരിയാരത്തും കീച്ചേരിയിലുമാണ് തേനീച്ച കൃഷി ഇറക്കിയത്. 8 വർഷം മുൻപാണ് തേനീച്ച കൃഷിയിലേക്ക് യൂസഫ് ഇറങ്ങുന്നത്. കൃഷി വകുപ്പിന്റെ ക്ലാസും പരിശീലനവും ലഭിച്ചതിന് ശേഷമായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. വിജയം കണ്ടതോടെ വ്യാപിപ്പിക്കുകയായിരുന്നു. കൃഷി വകുപ്പിൽ നിന്ന് സബ്സിഡി ഇനത്തിലാണ് തേനീച്ച ലഭിച്ചത്. ആദ്യം വീട്ടുപറമ്പിലും പിന്നീട് സുഹൃത്തുക്കളുടെ റബ്ബർ തോട്ടത്തിലും കൃഷി ചെയ്തു തുടങ്ങി. നിരവധി പെട്ടികളിൽ നിന്നായി വർഷം 4 കിൻഡലോളം തേൻ ലഭിക്കുന്നതായി യൂസഫ് പറയുന്നു. തേനീച്ച വളർത്തൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു 8 വർഷത്തോളമായി. ഇപ്പോൾ 40ഓളം കോളനികൾ എൻ്റെ അടുത്തുണ്ട്. ഇപ്പം വീട്ടുപറമ്പിൽ കുറച്ച് കോളനികളേ ഉള്ളൂ. ബാക്കി സുഹൃത്തുക്കളെ റബ്ബർ തോട്ടത്തിലൊക്കെയാണ് വെക്കുന്നത്. ഈച്ചകൾ കൂടുതൽ തേൻ ശേഖരിക്കാൻ സൗകര്യം ഉൽപ്പാദനം കൂടുക റബ്ബർ തോട്ടത്തിൽ വെച്ചാണ്. 4 തവണയെങ്കിലും നമുക്ക് തേനെടുക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നല്ല കാലാവസ്ഥയൊക്കെ അനുകൂലമായാൽ തന്നെ ഒരു 16 കിലോ ശരാശരി ഒരു പെട്ടിയിൽ നിന്ന് തേനെടുക്കാൻ പറ്റും. എനിക്ക് എല്ലാ പെട്ടിയിൽ നിന്നും അങ്ങനെ കിട്ടുന്നില്ല. എന്നാൽ നമ്മളെ കേരളത്തിലെ ശരാശരി ഉൽപ്പാദനം ഒരു പെട്ടിയിൽ നിന്ന് 10 കിലോ തേനാണ്. മുട്ടക്കോഴി വളർത്തൽ, നേന്ത്രവാഴ കൃഷി, പച്ചക്കറി കൃഷി എന്നിവയും നടത്തിവരുന്നുണ്ട്. രാവിലെയും വൈകിട്ടും അവധി ദിവസങ്ങളിലുമാണ് കൃഷി പരിപാലനം. പൂർണ്ണ പിന്തുണയുമായി കുടുംബവും ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.